ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷിലെ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി, എങ്കിലും ഇന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം സിമ്പിളായിട്ട് പഠിക്കേണ്ടതേ ഉള്ളൂ. 3 ടൈപ്പിലാണ് കണ്ടീഷണൽ സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ആദ്യത്തെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യനാണിത്. ഇഫ് ഐ ഫൈൻഡ് ഹെർ അഡ്രസ്. ഇവിടെ കൊടുത്തിട്ടുള്ള വെർബ് പാസ്റ്റ് ആണോ പ്രസൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഫൈൻഡ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമിലാണ്. സാധാരണയായി വിൽ, വുഡ്, ഷുഡ്, കുഡ് ഇങ്ങനെയുള്ള വാക്കുകളാണ് വരാറ്. ഐ വിൽ എന്നാണ് വരിക. വിൽ എന്നാണ് എഴുതേണ്ടത്. വില്ലിന് ശേഷം V1 ഫോമാണ് വരിക. V1 ഫോമാണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മൾ 3 കണ്ടീഷൻ എഴുതുമ്പോൾ ആദ്യത്തെ കണ്ടീഷനിലും രണ്ടാമത്തെ കണ്ടീഷനിലും വെർബിൻ്റെ ബേസ് ഫോമാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ കണ്ടീഷൻ വരുന്ന സമയത്താണ്, അത് ഞാൻ അപ്പോൾ പറയാം. ഇവിടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് എഴുതേണ്ടത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇഫ് എന്നുണ്ടാകും. അത് കഴിഞ്ഞ് സിമ്പിൾ പ്രസൻറ്റ് ഫോം, ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ഫോം ഉണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ ഈ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ക്യാൻ, മേ എന്നിങ്ങനെ ആയിരിക്കും. അതിനുശേഷം വെർബിൻ്റെ V1 ഫോമും ഉണ്ടായിരിക്കും. ഇതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. ഇഫ് യു ഈറ്റ് ടു മച്ച്. ഇഫ് യു ഈറ്റ് ടു മച്ച്. ഇവിടെ ഈറ്റ് എന്നാണ് വെർബായിട്ട് വരുന്നത്. അത് ഏത് ഫോമിലാണ്? സിമ്പിൾ പ്രസൻറ്റ് ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്ത് വില്ലാണ് വരേണ്ടത് എന്ന് മനസ്സിലാവും. വിൽ ആണ് വരേണ്ടത്, അല്ലെങ്കിൽ ഷാൾ, മേ, ക്യാൻ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. സാധാരണ വില്ലാണ് വരാറ്. നമ്മുടെ മീനിങ് മാറുന്നതിനനുസരിച്ചിട്ടാണ് ക്യാനും മേയൊക്കെ വരുന്നത്. വില്ല് കഴിഞ്ഞാൽ V1 ഫോമാണ് വരേണ്ടത്. വെർബിൻ്റെ V1 ഫോമായിട്ടുള്ള ഗെറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എവരി വൺ വർക്ക്സ് ഫാസ്റ്റ്. ഇവിടെയും സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ്. ഇഫ് എന്ന് വന്നിട്ടുണ്ട്, സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ്. അടുത്തത് എന്ത് വരും? ഇഫ് എവരി വൺ വർക്ക്സ് ഫാസ്റ്റ്. എല്ലാവരും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഫിനിഷ് എന്നല്ല അവിടെ വരിക, കഴിയുക എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ക്യാൻ ആണ് വരുന്നത്. വി ക്യാൻ ഫിനിഷ് ഇൻ ടൈം. വി ക്യാൻ ഫിനിഷ് ഇൻ ടൈം. ഇതാണ് കണ്ടീഷണൽ സെൻറ്റൻസിലെ ആദ്യത്തെ ടൈപ്പ്. കണ്ടീഷണൽ സെൻറ്റൻസിലെ ആദ്യത്തെ ടൈപ്പിൽ ഇഫിന് ശേഷം സിമ്പിൾ പ്രസൻ്റ് ആണ് വരുന്നതെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ വിൽ, ഷാൾ, ക്യാൻ, മേ അതിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമും ഉണ്ടായിരിക്കും. ഇത്രയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി അടുത്ത ടൈപ്പ് നോക്കാം. സെക്കൻഡ് ടൈപ്പാണ് ഇഫ് ഐ ഫൗണ്ട് ഹെർ അഡ്രസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഫിന് ശേഷം സിമ്പിൾ പാസ്റ്റാണ് വന്നിട്ടുള്ളത്. സിമ്പിൾ പാസ്റ്റാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സെക്കൻഡ് പാർട്ടിൽ ഒന്നോ വുഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഷുഡ്, കുഡ്, മൈറ്റ്. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും വരിക. അതിനുശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് V1 ഫോമാണ് വരേണ്ടത്. അപ്പോൾ ഇഫ് ക്ലോസിൽ സെക്കൻഡ് ടൈപ്പിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു എയ്റ്റ് ടു മച്ച്. എയ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. അതുകൊണ്ട് സെക്കൻഡ് പാർട്ടിൽ യു വുഡിനെയാണ് ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതുന്നത്. യു വുഡ് ഗെറ്റ് ഫാറ്റ്. യു വുഡ് ഗെറ്റ് ഫാറ്റ്. അപ്പോൾ അവിടെ ഗെറ്റ് എന്നുള്ള V1 ഫോമാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇഫ് എവരിവെയർ വർക്ക്ഡ് ഫാസ്റ്റർ. വർക്ക്ഡ് സിമ്പിൾ പാസ്റ്റിലാണ് വർക്ക്ഡ് എന്ന് കൊടുത്തിട്ടുള്ളത്. വി വുഡ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരാം? വുഡ് എന്നോ കുഡ് എന്നോ ഏത് വേണമെങ്കിലും വരാം. ഓപ്ഷനിൽ രണ്ടും കറക്റ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. വി വുഡ് അല്ലെങ്കിൽ കുഡ് ഫിനിഷ് ഇൻ ടൈം. ഇതാണ് സെക്കൻഡ് ടൈപ്പിലുള്ള കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ടൈപ്പ് നോക്കാം. തേർഡ് ടൈപ്പിൽ ഇഫ് ഐ ഹാഡ് ഫൗണ്ട്. ഇവിടെ ഇഫിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ
പാസ്റ്റ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ എന്താണ് ചെയ്യുക? ഹാസോ ഹാവോ ഹാഡോ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് പെർഫെക്റ്റ് ടെൻസിലാണ്. അത് ഏത് പെർഫെക്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഹാഡ് വന്നാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഐ ഹാഡ് ഫൗണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ വരേണ്ടത് വുഡിൻ്റെ കൂടെ ഹാവ് എന്നുകൂടെ ഉണ്ടായിരിക്കും. എപ്പോഴും നമുക്കറിയാം ഹാവ്, ഹാസ്, ഹാഡ് ഇതിന് ശേഷം എപ്പോഴും V3 ഫോം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഹാവിന് ശേഷം ഹാസ്, ഹാഡ് ഇത് വരികയാണെങ്കിൽ അതിന് ശേഷം നമ്മൾ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആ ഒരു രീതി ഓർത്ത് വെച്ചാൽ മതി. ബാക്കി രണ്ടെണ്ണത്തിലും V1 ഫോമാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ ഫോമിൽ ഹാവ് വന്നതുകൊണ്ട് V3 ഫോമാണ് എഴുതേണ്ടത്. ഐ വുഡ് ഹാവ്, വുഡ് വന്നത് ഐ വുഡ് ഹാവ് സെൻറ്റ്. ഈ സെൻറ്റ് എന്ന് പറയുന്നത് V3 ഫോമിലുള്ള സെൻറ്റാണ് എഴുതിയിട്ടുള്ളത്. ഐ വുഡ് ഹാവ് സെൻറ്റ് ഹെർ ആൻ ഇൻവിറ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഹാഡ് ഈറ്റൺ. ഹാഡ് ഈറ്റൺ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് അടുത്ത ഭാഗത്തിൽ നമുക്ക് വരുന്നത് യു വുഡ് ഹാവ് ഗോട്ട്. ഗോട്ട് എന്നുള്ളത് തേർഡ് ഫോമാണ്. You would have got fat. Third one, if everyone had worked past perfect ആണ്. അപ്പോൾ അടുത്ത ഭാഗത്ത് വരേണ്ടത് we would have finished എന്നുള്ളത് V3 ഫോമാണ്. അവിടെ മാത്രമാണ് നന്നായി ശ്രദ്ധിക്കേണ്ടത്. we would have ആദ്യത്തെ പാർട്ടിൽ ഹാഡ് വന്നാൽ രണ്ടാമത്തെ പാർട്ടിൽ ഹാവ് ഉണ്ടാകും. വുഡ് ഹാവ് എന്നാണ് വരേണ്ടത്. വുഡ് ഹാവ് ഫിനിഷ്ഡ് ഇൻ ടൈം. ഇതാണ് 3 ടൈപ്പിലുള്ള ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഈ മൂന്നാമത്തെ ടൈപ്പിൽ ഒരു റയർ ആയിട്ടുള്ള ടൈപ്പ് കൂടിയുണ്ട്, നെഗറ്റീവ് സെൻറ്റൻസ് വരുന്ന സമയത്ത്. ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസ് വരികയാണെങ്കിൽ ഇഫ് വന്നിട്ടുണ്ട്, അതിനുശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിനുശേഷം പാസ്റ്റ് പെർഫെക്റ്റ് ഫോം വന്നിട്ടുണ്ടെങ്കിൽ അടുത്തതായി വരേണ്ടത് വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ്. നോട്ട് എന്നുള്ള വാക്ക് അവിടെ ആഡ് ചെയ്യണം. ഇഫ് ഹി ഹാഡ് ലേൺഡ് ഫോർ ദി ടെസ്റ്റ് ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് ഇറ്റ്. അപ്പോൾ അവൻ നന്നായി പഠിക്കുകയാണെങ്കിൽ ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ്, അവൻ ഒരിക്കലും ഫെയിൽ ആവില്ല എന്നാണ്. ഇത് മൂന്നാമത്തെ ടൈപ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ നോട്ട് എന്നുള്ള വാക്ക് ആ സെൻറ്റൻസിൻ്റെ മീനിങ് അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയാണ് നമുക്ക് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ അതിൽ വരുന്നുണ്ട്. അതുകൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എന്തു തന്നെ ആയാലും കമൻറ്റുകളായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്